പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ ആരാധകർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജ് രജനീകാന്തിനെ നായകനാക്കി ചെയ്യുന്ന ചിത്രം. ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസറാണ് ഇപ്പോൾ അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. തലൈവർ 171 എന്നായിരുന്നു ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരുന്ന പേര്. ഇപ്പോൾ സിനിമയുടെ പേരാണ് ടീസറിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂലി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഏപ്രിൽ 22-ന് ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് അണിയറക്കാരും ലോകേഷ് കനകരാജും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു പോസ്റ്ററും അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. 2 കൈകളിലും സ്വർണ്ണ വാച്ചുകൾ ബന്ധിപ്പിച്ച വിലങ്ങണിഞ്ഞാണ് രജനി പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. പക്ക മാസ് ആക്ഷൻ ചിത്രമായിരിക്കും എന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. സ്വർണ്ണക്കടത്താണ് സിനിമയുടെ പ്രധാന പ്രമേയം. തമിഴ്നാട്ടിലെ ഒരു തുറമുഖം വഴി നടക്കുന്ന അധോലോക സംഘത്തിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കഥയാണ് പറയുന്നത്. ലോകേഷിന്റെ മുൻ സിനിമകൾ മയക്കുമരുന്ന് സംഘങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരുന്നത്. ടീസറിൽ റോളക്സ് വാച്ചിന് പ്രാധാന്യം നൽകുന്നതിനാൽ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെട്ട ചിത്രമായിരിക്കുമോ എന്നും സംശയമുണ്ട്. ലോകേഷ് കനകരാജിന്റെ വിക്രമിൽ സൂര്യ അവതരിപ്പിച്ച കൊടും വില്ലന്റെ പേര് റോളക്സ് എന്നായിരുന്നു. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീത സംവിധാനം നിർവഹിക്കുക. അൻപറിവ് സംഘടന സംവിധാനവും നിർവഹിക്കുന്നു. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ഈ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ജയ് ഭീം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയ്യനാണ് രജനീകാന്തിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. വിജയ് നായകനായി വേഷമിട്ട ലിയോയായിരുന്നു ലോകേഷ് സംവിധാനം ചെയ്ത അവസാന ചിത്രം. അതിനിടെ കമൽഹാസൻ ഗാനരചന നിർവഹിച്ച ഒരു സംഗീതാൽബത്തിൽ അഭിനേതാവായും ലോകേഷ് കനകരാജ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.